വലിയൊരു വിഷയമാക്കി പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി വിഷയമാണ്. മലപ്പുറത്ത് ഇറക്കുമ്പോൾ സീറ്റ് പ്രതിസന്ധി രൂക്ഷമായി ഇപ്പോൾ തുടരുകയാണ്. എല്ലാ കൊല്ലം ഈ താൽക്കാലിക സീറ്റുകളും ബാച്ചുകളും അനുവദിക്കുമ്പോൾ പോലും ആ പ്രശ്നത്തിന് പരിഹാരമാവുന്നില്ല. ഓരോ തവണയും വീണ്ടും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അങ്ങ് പോകുന്നു. എന്താണ് എൻ്റെ അതിന് ഗവൺമെന്റ് കണ്ണ് തുറക്കുന്നില്ല. കണ്ണ് തുറക്കേണ്ട ഒരു വിഷയമാണത്. ഇത്രയധികം വാർത്താ മാധ്യമങ്ങളൊക്കെ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തു കൊണ്ടുവന്നിട്ടും കണക്കുകൾ നിരത്തിയിട്ടും എന്താണ് ഗവൺമെന്റ് കണ്ണു തുറക്കാത്തതെന്ന് അറിഞ്ഞൂടാ. ഇനിയും സംശയമുണ്ടോ? എത്ര ആയിരക്കണക്കിന് കുട്ടികളാണ് അഡ്മിഷൻ കിട്ടാതെ പുറത്താവുന്നത്? ഇവിടുത്തെ ഇപ്പോൾ ഇന്ത്യയിലെ സ്ഥിതി പറഞ്ഞ മാതിരി തന്നെ ഇവിടെയുള്ള പ്രതിപക്ഷത്തിനും ഈ കാര്യങ്ങൾ ഉറക്കെ ശബ്ദിക്കാനല്ലേ പറ്റുള്ളൂ. ഞങ്ങളൊക്കെ അസംബ്ലിയിലും പുറത്തുമൊക്കെ വളരെ ഗൗരവത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. പക്ഷെ ഗവൺമെന്റ് ഒരിക്കലും അനങ്ങുന്നില്ല. ഈ തവണ എങ്കിലും കേരള ഗവൺമെന്റ് ഈ കാര്യത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം. അധിക ബാച്ചുകളോ ഗവൺമെന്റ് എയ്ഡഡ് അതുപോലെ തന്നെ ഒക്കെയുള്ള സ്ഥാപനങ്ങൾ പുതുതായിട്ട് ഇല്ലാത്ത ഏരിയയിൽ അനുവദിക്കും. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം. UDF ചെയ്തുകൊണ്ടിരുന്നതല്ലേ. ഞങ്ങൾ 5 കൊല്ലം കൂടുമ്പോൾ മാറി വരുമ്പോൾ ഇത്തരം കുറവുകൾ UDF ആണ് പരിഹരിക്കാത്തത്. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും LDF ഗവൺമെന്റ് ഭരണത്തിൽ വന്ന സാഹചര്യത്തിൽ അവരുടെ ഉത്തരവാദിത്തമാണ് 4-5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ കൂടിയ സീറ്റിന്റെ റിക്വയർമെന്റിന് സീറ്റ് അനുവദിക്കരുത്. അവരനുവദിക്കാത്തത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണെന്നാണ് പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് മുടങ്ങാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ. ആശുപത്രിയിൽ മരുന്ന് വാങ്ങുക, പഠിക്കുന്ന കുട്ടികൾക്ക് അതിനുവേണ്ട സൗകര്യം ചെയ്തു, ഇതൊക്കെ മുടങ്ങാൻ പാടുണ്ടോ? അത് മറ്റെന്തെങ്കിലും മാറ്റി വെച്ചിട്ടാണെങ്കിലും ശരി നിർവഹിച്ച് കൊടുക്കേണ്ട കാര്യമല്ലേ. ഞങ്ങളൊക്കെ ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രയോറിറ്റി കൊടുത്തിരുന്നത് അങ്ങനെയാണ്. ഇവർ പറയുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു ലീഗ് അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ സൃഷ്ടിക്കുകയാണ്. നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവില്ലേ? നിങ്ങൾക്കൊക്കെ ഒരു ബോധ്യം ഉണ്ടാവില്ലേ? കണക്കൊന്നും എടുത്ത് നോക്കിയാൽ മതി. ഞാനതിന് മറുപടി പറയേണ്ട കാര്യമില്ല. ബാക്ക്വേർഡ് ജില്ലകളിലെ കണക്കൊന്നും എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും മലബാറിലെ ജില്ലകളിലാണ് കൂടുതൽ സീറ്റുകളുടെ കുറവ്. അതേ അവസരം ഇടുക്കിയിലുണ്ട്, ചില ജില്ലകളുണ്ട്. നമ്മൾ പ്രാദേശികമായിട്ടല്ല, കുറവുള്ള ജില്ലകളിൽ സീറ്റ് അനുവദിക്കണം. ഇത് തർക്കിക്കേണ്ട വിഷയമല്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര സീറ്റ് കുറവുണ്ട്, പിന്നെ ആ കുറവുള്ള സീറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് കുറേ അൺഎയ്ഡഡും അതുപോലെ തന്നെ കുറേ ഡിപ്ലോമയും അവിടെയും ഇവിടെയും കുട്ടികൾ പഠിക്കാൻ പാരലൽ കോളേജും ഇതൊക്കെ കൂടി എടുത്ത് വെച്ച് കണക്ക് നിരത്തിയിട്ട് എന്താ കാര്യം? കണക്കുകൊണ്ട് ആളെ പറ്റിക്കാൻ പറ്റാത്ത വിധം എല്ലാവർക്കും ബോധ്യമുണ്ട്. കാരണം ഗവൺമെന്റ് അഡീഷണലായിട്ട് ബാച്ചുകളും അതുപോലെ തന്നെ വിദ്യാലയങ്ങളൊന്നും കൊടുക്കാത്തതാണ് പ്രശ്നം എന്നുള്ളത്. ഈ സ്ഥിരം ബാച്ചുമായിട്ട് ഇത്തവണയും സർക്കാർ ആ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ലീഗ് സമരമായിട്ട് മുന്നോട്ടിറങ്ങാൻ തന്നെയാണ് തീരുമാനം. സമരം ഏതായാലും ഉണ്ടാവും, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രക്ഷോഭം ഉറപ്പായിട്ടുണ്ടാവും. ഈ കാര്യത്തിൽ പ്രക്ഷോഭം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഏത് കാര്യത്തിലുണ്ടാവുക? ഈ അധിക സീറ്റ് ഈ പ്രതിഷേധം തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നേരത്തെ തന്നെ സർക്കാർ ഇത് അധിക സീറ്റ് കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം തണുക്കൂല? കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സിലും കുത്തി നിറച്ചിരിക്കുന്ന കുട്ടികളെത്ര? ഇങ്ങനെ കുട്ടികളെ കുത്തി നടക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് അധിക സീറ്റ് കൊടുത്തു എന്ന് വിചാരിച്ച് ഇത് തണുക്കാനും പോകുന്നില്ല, സമരം ഒഴിവാകാനും പോകുന്നില്ല. സമരം ഉണ്ടാവും, ശക്തമായ സമരം ഉണ്ടാവും. മലപ്പുറത്തിന്റെ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുമ്പോൾ മന്ത്രിയുടെ പ്രതികാരം ഉണ്ടായിരുന്നു. മലപ്പുറത്തെ വികാരം ഇളക്കിവിടാനുള്ള ശ്രമം നടത്തേണ്ട എന്നുള്ള തരത്തിലായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികാരം. അതെ, അല്ല അത് അതൊന്നും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ രീതിയിൽ ആ ചർച്ചക്ക് ആക്കാൻ കൂട്ടുന്ന രീതിയിൽ ഞാനൊന്നും പറയുന്നില്ല. കാരണം ഞാനിപ്പോൾ കുട്ടികളുടെ പഠിക്കാനുള്ള സൗകര്യക്കുറവാണ് കാണിക്കുന്നത്. അതിനെ ഒന്ന് തിരിച്ചുവിട്ട് അത്തരത്തിലുള്ള ഒരു തന്ത്രം BJP തന്ത്രം നമ്മളെന്തിനാണ് എടുക്കുന്നത്? അങ്ങനത്തെ കാര്യങ്ങളില്ല. അതേ അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ.